വെൽക്കം ടു കൊമേഴ്സ് എഡ്യൂക്കേഷണൽ ചാനൽ ഇൻഫിനിറ്റ് നൊമാഡ്. ഇന്ന് UGC നെറ്റ് കൊമേഴ്സിലെ 4th യൂണിറ്റായ ബിസിനസ് ഫിനാൻസിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്ക് നോക്കാം. IMS ഇൻ്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്താണെന്ന് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഗ്ലോബൽ സിസ്റ്റമാണ്. നമ്മൾ ഈ ഇൻ്റർനാഷണൽ ട്രേഡ് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് വരും. കാരണം പല രാജ്യങ്ങളും പല കറൻസീസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്കൊരു പേയ്മെൻറ്റ് നടത്തുമ്പോൾ അത് രണ്ട് രാജ്യങ്ങളും രണ്ട് കറൻസീസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് വരും. സോ ഈ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റൂൾസ് സെറ്റ് ചെയ്യാൻ ഈ ഒരു ഗ്ലോബൽ സിസ്റ്റം അതായത് IMS ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിലൂടെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒഴിവാക്കാനും നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ജസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു നോക്കോളൂ. IMS എന്ന് പറയുന്നത് സിസ്റ്റം ദാറ്റ് ഗവേൺസ് എക്സ്ചേഞ്ച് റേറ്റ്, ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ആൻഡ് കറൻസി റിലേഷൻസ് ബിറ്റ്വീൻ കൺട്രീസ്. ഇവല്യൂഷൻ ഓഫ് IMS നോക്കാം. ഫസ്റ്റ് വൺ ഓൾഡ് സിസ്റ്റം, അതായത് ഏറ്റവും പഴയ സിസ്റ്റം എന്ന് പറയുന്നത് IMSൻ്റെ ഏറ്റവും പഴയ സിസ്റ്റം എന്ന് പറയുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റമാണ്. പേര് പോലെ തന്നെ ഇവിടെ ഓരോ രാജ്യവും അവരുടെ കറൻസി എന്തിൻ്റെ ടേംസിലാണ് ഫിക്സ് ചെയ്യുക? ഗോൾഡിൻ്റെ ടേംസിൽ. അതായത് ഇപ്പോൾ ഇന്ത്യ എങ്ങനെ ഫിക്സ് ചെയ്യും? ₹1 എന്നുള്ളത് ഇത്ര ക്വാണ്ടിറ്റി ഗോൾഡാണ് എന്ന് ഫിക്സ് ചെയ്യും. അതുപോലെ തന്നെ US ഡോളർ എന്ന് പറയുന്നത് $1 എന്ന് പറയുന്നത് വേറൊരു സർട്ടൈൻ ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡിൻ്റെ ടേംസിൽ ഫിക്സ് ചെയ്യും. ഇതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റം. ഹിയർ കറൻസി വാല്യൂ ഫിക്സഡ് ഇൻ ടേംസ് ഓഫ് ഗോൾഡ്. എക്സ്ചേഞ്ച് റേറ്റ് വർ ഫിക്സഡ്. എക്സ്ചേഞ്ച് റേറ്റ് ഇവിടെ എങ്ങനെയാണ്? ഫിക്സഡ് ആണ്. സ്റ്റെബിലിറ്റി ഹൈ ബട്ട് നോ ഫ്ലെക്സിബിലിറ്റി. ബ്രിട്ടൻ വുഡ് സിസ്റ്റം ആണ് നെക്സ്റ്റ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് പറയാം. ഇതിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് UGC നെറ്റിൽ. സോ ഈ ഒരു ടോപ്പിക്ക് ജസ്റ്റ് നല്ല രീതിയിൽ നോക്കി വെച്ചിട്ട് പോവുക. ആദ്യം തന്നെ ഇവിടുത്തെ ഇയർ, അതായത് 1944 ആണ് ബ്രിട്ടൻ വുഡ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടഡ് ആഫ്റ്റർ ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്. ദെൻ പിന്നെ എന്താ പറയുന്നത്? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇവിടെ എന്താ ഫോളോ ചെയ്യുന്നത്? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ്. അതായത് മറ്റ് കൺട്രീസിലൊക്കെ കറൻസീസ് US ഡോളറുമായിട്ട് ലിങ്ക് ചെയ്യും. US ഡോളർ എന്തുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്? ഗോൾഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. മറ്റ് കറൻസീസ് എല്ലാം US ഡോളറുമായി ലിങ്ക് ചെയ്യുന്നു. US ഡോളർ ഗോൾഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. പിന്നീട് പറയുന്നത് അതെ, ഈ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടും വേൾഡ് ബാങ്കും വരുന്നത്. പിന്നീട് ഇത് 1971 കൊളാപ്സ്ഡ് ആവുന്നു. US സ്റ്റോപ്ഡ് ഗോൾഡ് കൺവേർട്ടബിലിറ്റി. പിന്നീട് എന്താ പറയുന്നത്? US ഗോൾഡ് കൺവേർട്ടബിലിറ്റി സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പോസ്റ്റ് ബ്രിട്ടൻ വുഡ് സിസ്റ്റം, അതായത് നിലവിൽ ഫോളോ ചെയ്തു വരുന്നത് ഇതാണെന്ന് പറയാം. ഹിയർ എക്സ്ചേഞ്ച് റേറ്റ് ആർ മോസ്റ്റ്ലി ഫ്ലോട്ടിംഗ്. ഇവിടെ മോസ്റ്റ്ലി എന്താ പറയുന്നത്? ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഉള്ളത്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതായത് ഈ മാർക്കറ്റ് ഫോഴ്സുകളാണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ചില കൺട്രീസ് മാനേജ്ഡ് ഫ്ലോട്ടാണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറയും. ഇനി എക്സ്ചേഞ്ച് റേറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് ഫിക്സഡ്, എന്താണ് ഫ്ലോട്ടിംഗ്, എന്താണ് മാനേജ്ഡ് ഫ്ലോട്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്? ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് ഡിസൈഡ് റേറ്റ്. ഫ്ലോട്ടിങ്ങിൽ, അതായത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ മാർക്കറ്റാണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. മാർക്കറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ആൻഡ് ദ തേർഡ് വൺ managed float. Here market determine the rate but the central bank intervenes to prevent extreme volatility. ഇവിടെ എന്താ പറയുന്നത്? സാധാരണയായി എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് മാർക്കറ്റ് തന്നെയാണ്. മാർക്കറ്റ് ഫോഴ്സ് ആണ് റേറ്റ് ഫിക്സ് ചെയ്യുന്നതെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കറൻസി ഒരുപാട് അങ്ങോട്ട് ഫ്ലെക്സിബിൾ ആവില്ലേ. അതായത് ഒരു സ്റ്റേബിലിറ്റി ഇല്ലാതെ കൂടെ കുറേ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് വരുന്ന ടൈം ആ രാജ്യത്തിലെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? കുറച്ച് കൺട്രോൾ കൊണ്ടുവരും.
മൊത്തം കൺട്രോൾ അല്ല, കുറച്ച് കൺട്രോൾ കൊണ്ടുവരും. ഇതാണ് മാനേജ്ഡ് ഫ്ലോട്ട്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മാനേജ്ഡ് ഫ്ലോട്ടാണ്. അതായത് ഇന്ത്യയിലും എന്താ പറയുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? മാർക്കറ്റ് ഫോഴ്സ് ആണ്. പക്ഷെ ചില സിറ്റുവേഷനിൽ കൺട്രോൾ ചെയ്യപ്പെടേണ്ട ചില സിറ്റുവേഷനിൽ കറൻസി ഒന്ന് സ്റ്റേബിൾ ആക്കാൻ നമ്മുടെ സെൻട്രൽ ബാങ്കായ RBI ഇടപെടാറുണ്ട്. ദി ബ്രിട്ടൻ വുഡ് ട്വിൻസ്. സോ ഇത് നമുക്കൊന്ന് വേഗം നോക്കിപ്പോവാം. 1944 ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് നടന്നു എന്ന് പറഞ്ഞില്ലേ. അതിനുശേഷം 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോം ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഗ്ലോബൽ എക്കോണമി മാനേജ് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് വൺ IMF, അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. സെക്കൻഡ് വൺ വേൾഡ് ബാങ്ക്. IMF എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫോക്കസ് ഓൺ മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി. പിന്നെ എന്താ പറയുന്നത്? ഇറ്റ് ഹെൽപ്പ് കൺട്രീസ് ഫേസിങ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ബൈ പ്രൊവൈഡിങ് ഷോർട്ട് ടേം ലോൺ. ഇവിടെ എന്താ പറയുന്നത്? IMF എങ്ങനെയാണ് കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഫേസ് ചെയ്യുന്ന കൺട്രീസിനെല്ലാം തന്നെ ഷോർട്ട് ടേം ലോൺ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് IMF സഹായിക്കുന്നുണ്ട്. ദെൻ വേൾഡ് ബാങ്ക് ഫോക്കസ് ഓൺ ലോങ് ടേം ഡെവലപ്മെന്റ് ആൻഡ് പോവർട്ടി റിഡക്ഷൻ ത്രൂ ഇൻഫ്രാസ്ട്രക്ചർ ലോൺ. സോ ഇവിടെ വേൾഡ് ബാങ്ക് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ലോങ് ടേം ഡെവലപ്മെന്റ്. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്. SDR എന്ന് പറയുന്നത് കൺട്രീസിന് IMF കൊടുക്കുന്ന ഒരു എക്സ്ട്രാ റിസർവ് അസറ്റ് ആണെന്ന് പറയാം. സോ വല്ല ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരുന്ന ടൈം ഈ കൺട്രീസിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു റിയൽ കറൻസി അല്ല, അതായത് റുപ്പീസ് ഡോളർ പോലെയല്ല, ഇത് ഒരു റിസർവ് അസറ്റ് ആണ്. സോ ഇവിടെ പറയുന്നുണ്ട് ക്രിയേറ്റഡ് ബൈ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് ഇന്റർനാഷണൽ റിസർവ് അസറ്റ്, ദെൻ യൂസ്ഡ് ടു സെറ്റിൽ ഇന്റർനാഷണൽ പേയ്മെന്റ്.